നേന്ത്രക്കായുടെ വില ഇടിഞ്ഞതോടെ കർഷകർ ദുരിതത്തിലായിരിക്കുന്നു. 1 കിലോയ്ക്ക് 20 രൂപയാണ് കർഷകന് ഇപ്പോൾ കിട്ടുന്നത്. വില തകർച്ചയിൽ മനമെടുത്ത് കൃഷി ഉപേക്ഷിക്കാൻ ഒരുങ്ങുകയാണ് പാവപ്പെട്ട കർഷകർ. ഓണം ഉൾപ്പെടെയുള്ള സീസണുകളിൽ 1 കിലോ നേന്ത്രക്കായ്ക്ക് 60 രൂപ ലഭിച്ചിരുന്നതാണ്. ഇപ്പോൾ കർഷകന് കിട്ടുന്നതാവട്ടെ 20 രൂപ മാത്രം. മുടക്കുമുതൽ പോലും തിരികെ കിട്ടുന്നില്ലെന്ന് സാരം. മഴക്കാലം കഴിഞ്ഞ് വേനൽക്കാലം എത്തിയതോടെ വിപണിയിൽ വില ഉയരേണ്ടതാണ്. എന്നാൽ സാധാരണ വിലയിൽ നിന്നുപോലും താഴേക്ക് പോയി. ഇതാണ് വൻ പ്രതിസന്ധിയാവുന്നത്. ഇത് ഞങ്ങളെ ഒരു പ്രതീക്ഷയായിരുന്നു. ഈ സീസണിൽ നമുക്കൊരു നല്ലൊരു വരുമാനം, നമുക്ക് എന്തെങ്കിലും ഒരു മുതൽക്കൂട്ടായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെല്ലാവരും ഈ ഒരു രംഗത്തേക്ക് വന്നത്. പിന്നെ ഇപ്പോഴത്തെ സ്ഥിതിയിൽ നല്ല വിളവുണ്ട്, പക്ഷേ ഇപ്പോഴത്തെ മാർക്കറ്റ് വളരെ മോശമാണ്. അതുകൊണ്ട് വളരെ പ്രയാസമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഭവപ്പെടുന്നത്. ഒരു നേന്ത്രവാഴ കന്നുവെച്ച് വിളവെടുക്കുന്നതിന് 250 രൂപയോളം ചിലവ് വരും. കൂടാതെ കർഷകരുടെ അധ്വാനം വേറെയും. വിലയിടിവ് തുടർന്നാൽ കൃഷി ഉപേക്ഷിക്കേണ്ടി വരുമെന്നും കർഷകർ പറയുന്നു. കാറ്റും മഴയും ഉൾപ്പെടെയുള്ള പ്രതികൂല കാലാവസ്ഥയ്ക്കിടെയാണ് വിലയിടിവ് കൂടി തലവേദനയാകുന്നത്. മുൻവർഷത്തെ നഷ്ടം നികത്താൻ ഇത്തവണ കൂടുതൽ കൃഷി ഇറക്കിയവരുമുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഒരു മാന്യമായ ഒരു വില കിട്ടുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒത്തുപോകും, നഷ്ടം പറ്റൂല. അധ്വാനം എന്തായാലും മോശമില്ലാത്ത രീതിയിലേക്ക് വരും ഞങ്ങൾക്ക്. പക്ഷേ അതില്ല, വില വളരെ മോശമായതുകൊണ്ട് ഞങ്ങളുടെ പ്രതീക്ഷകൾക്കൊക്കെ മങ്ങലേൽക്കുകയാണ്. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും നേന്ത്രക്കായ എത്തുന്നതാണ് നാടൻ കായയുടെ വില തകർച്ചയ്ക്ക് കാരണം. കൃഷി നഷ്ടമാകാതിരിക്കണമെങ്കിൽ 30 രൂപയെങ്കിലും ലഭിക്കണമെന്നും കർഷകർ പറയുന്നു. കയ്യിലുള്ള പണം നുള്ളിപ്പെറുക്കിയും കടം വാങ്ങിയുമാണ് കർഷകർ കൃഷി ഇറക്കുന്നത്. സർക്കാർ വിപണിയിൽ ഇടപെട്ടില്ലെങ്കിൽ കടക്കെണിയിലാകും നേന്ത്രക്കായ കർഷകർ. രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. കാലാവസ്ഥാ മാറ്റവും വളം കീടനാശിനി വിലവർധനയും സൃഷ്ടിച്ച പ്രതിസന്ധി തുടരുമ്പോഴാണ് വിലക്കുറവ് കൂടി ഇരട്ടി ആഘാതമായി കർഷകനെ നേരിടുന്നത്. ഉൽപാദനച്ചെലവ് പോലും തിരിച്ചു കിട്ടാത്ത ഒരവസ്ഥയാണ് ഈ കൃഷിക്കെന്നാണ് കർഷകർ പറയുന്നത്. കേൾക്കാം നമുക്ക് അവരുടെ പ്രതികരണങ്ങൾ. ഒരു കൊല വെട്ടിക്കൊണ്ട് 20 രൂപ ഒരു കൊലയ്ക്ക് വെക്കുക, അത് ഒരു നിലയ്ക്ക് വെക്കുന്നതല്ല. കർഷകർക്ക് ഒരു നിലയ്ക്ക് നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. കൂലിച്ചെലവൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ ഒന്നും മുതലാവാത്തൊരു അവസ്ഥയുള്ളു. കൂടാതെ പന്നീൻ്റെ വലിയ ശല്യം. ഇപ്പോൾ 2 വർഷമായിട്ട് തന്നെ വില കിട്ടിയില്ല. അപ്പോൾ പിന്നീട് പിറ്റേത്തെ കൊല്ലം നോക്കൂ, അന്നപ്പോഴും ഇതേ അവസ്ഥ. അതിനേക്കാളും പരിതാപകരമാണ് ഇപ്പോഴത്തെ സ്ഥിതി. ഇപ്പം പറ്റേ കുറവാണ് വില. ഇപ്പോൾ വാഴക്കൊല വെട്ടുമ്പോൾ ഞങ്ങളുടെ സ്ഥിതി കടവാണ്, ബാങ്ക് ലോണും. ഇന്നത്തെ അവസ്ഥയിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു തക്കതായുള്ള നടപടി സഹായങ്ങളും ഇതിന് ശരിക്ക് കിട്ടിയെങ്കിൽ മാത്രമേ ഇത് മുന്നോട്ടുണ്ടാവാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ഇത് പല കർഷകരും ഇത് ഒഴിവാക്കിയ സ്ഥിതിയിലാണ് ഇപ്പം നിൽക്കുന്നത്.